ഇപ്പോൾ കിട്ടിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് പോവുകയാണ്. ലഡാക്ക് സമര നേതാവ് സോനം വാങ്ചുക് അറസ്റ്റിലായിരിക്കുന്നു. ലേയിൽ വെച്ച് ലഡാക്ക് പോലീസാണ് അറസ്റ്റ് ചെയ്തത്. സോനം വാങ്ചുക് നടത്തിയ പല പരാമർശങ്ങളും ലഡാക്കിൽ സംഘർഷം ആളിക്കത്തിച്ചു എന്ന കേന്ദ്ര സർക്കാർ വിമർശനം ഉന്നയിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് സോനം വാങ്ചുകിന്റെ അറസ്റ്റ്. PR അരവിന്ദ് വിവരങ്ങൾ നൽകാൻ അല്പസമയത്തിനകം തന്നെ ചേരും. ഇന്നലെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ സോനം വാങ്ചുകിനെതിരെ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. ഇപ്പോൾ നടക്കുന്ന അക്രമ സംഭവങ്ങൾക്കൊക്കെ കാരണം സോനം വാങ്ചുകിന്റെ പ്രതികരണമാണെന്ന തലത്തിലുള്ള വിമർശന സ്വഭാവമായ പ്രസ്താവനകളാണ് BJPയും കേന്ദ്ര സർക്കാരും ഒക്കെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടത്തിയിരുന്നത്. CBI അടക്കമുള്ള അന്വേഷണ ഏജൻസികൾ ഉപയോഗിച്ചുകൊണ്ടുള്ള കേസുകളും സോനം വാങ്ചുകിനെതിരെ എടുത്തിരിക്കുന്നു. PR അരവിന്ദ് ഉണ്ട് വാർത്തയോട് സമഗ്രമായ വിവരങ്ങൾ നൽകാനായി. PR, എപ്പോഴാണ് സോനം വാങ്ചുക് അറസ്റ്റിലായിരിക്കുന്നത്? എന്താണ് ആ നിർണായക വാർത്തയുടെ വിവരങ്ങൾ? അല്പസമയം മുമ്പാണ് പൗരാവകാശ പ്രവർത്തകനായ സോനം വാങ്ചുകിനെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ലഡാക്ക് പോലീസാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. സോനം വാങ്ചുകിനെ രഹസ്യ കേന്ദ്രത്തിലേക്ക് മാറ്റിയെന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. നമുക്കറിയാം, ലഡാക്കിൽ നടന്ന പ്രക്ഷോഭത്തിന് പിന്നാലെ ഇതിന് കാരണക്കാരൻ സോനം വാങ്ചുക് എന്ന ആരോപണം കേന്ദ്ര സർക്കാർ ഉയർത്തിയിരുന്നു. സോനം വാങ്ചുകിന്റെ പ്രസ്താവനകളാണ് ഇത്തരത്തിൽ ഈ പ്രക്ഷോഭം ആളിക്കത്തിക്കാൻ കാരണമെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നേരിട്ട് തന്നെ വ്യക്തമാക്കിയിരുന്നു. ഇതിന് പിന്നാലെ കേന്ദ്ര ഏജൻസികളുടെ അടക്കം നടപടി ആ സോനം വാങ്ചുകിനെതിരെ ഉയർന്നിരുന്നൊരു സാഹചര്യമുണ്ട്. എന്തായാലും ഇപ്പോൾ തന്നെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നതാണ് നടപടി. ലഡാക്ക് പോലീസാണ് സോനം വാങ്ചുകിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. രഹസ്യ കേന്ദ്രത്തിൽ, അജ്ഞാത കേന്ദ്രത്തിലേക്ക് മാറ്റിയെന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. നമുക്കറിയാം, സംസ്ഥാന പദവി അടക്കം ആവശ്യപ്പെട്ടുകൊണ്ട് ശക്തമായ പ്രതിഷേധമായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ ലഡാക്കിൽ ഉണ്ടായത്. അത് പിന്നീട് വലിയ രീതിയിലുള്ള ഒരു പ്രക്ഷോഭമായി മാറുകയും വലിയ രീതിയിലുള്ള സംഘർഷമായി മാറുകയും ചെയ്തിരുന്നു. 4 പേർക്ക് ജീവൻ നഷ്ടമാവുകയും 70-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. പിന്നാലെ ഈ പ്രക്ഷോഭങ്ങൾക്ക് കാരണം അത് സോനം വാങ്ചുക് എന്ന ആരോപണം കേന്ദ്ര സർക്കാർ തന്നെ ഉയർത്തിയിരുന്നു. കഴിഞ്ഞ ദിവസം സോനം വാങ്ചുകിന്റെ NGOക്കെതിരെ കേന്ദ്ര ഏജൻസികളുടെ അടക്കം അന്വേഷണം ആരംഭിച്ചിരുന്നു. CBIയുടെ അന്വേഷണം ആരംഭിച്ചിരുന്നു. ED കൂടി ഈ കേസിലേക്ക് വരുന്നുവെന്ന വിവരങ്ങൾ പുറത്തു വരുന്നിരുന്നു. ഇതുകൂടാതെ തന്നെ 50-ലധികം പേരെ അറസ്റ്റ് ചെയ്യുകയും അതുപോലെ തന്നെ കൂടുതൽ പേർക്കെതിരെ നടപടി ഉണ്ടാകുമെന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു. എന്തായാലും സോനം വാങ്ചുകിനെ തന്നെ ഇപ്പോൾ ലഡാക്ക് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ലഡാക്കിലെ പ്രക്ഷോഭങ്ങൾക്ക് കാരണം അത് സോനം വാങ്ചുകിന്റെ പ്രസ്താവനകൾ എന്ന് തന്നെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ചൂണ്ടിക്കാണിക്കുന്നു. ഇത്തരം പ്രക്ഷോഭങ്ങൾ ആളിക്കത്തിക്കുവാൻ ഇത് കാരണമായെന്ന് തന്നെയാണ് കേന്ദ്ര സർക്കാർ അടക്കം ആരോപണം നൽകുന്നത്. എങ്ങോട്ടാണ് സോനം വാങ്ചുകിനെ മാറ്റിയെന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തതയില്ല. എന്തായാലും വലിയ ജാഗ്രതയിൽ തന്നെയാണ് ലഡാക്ക് ഉള്ളത്. കാരണം ഈ ലഡാക്കിലെ പ്രക്ഷോഭങ്ങൾക്ക് പിന്നാലെ ഈ മേഖലയിലടക്കം നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരുന്നു. 4 പേർക്കാണ് ഈ പ്രക്ഷോഭങ്ങളിലും സംഘർഷങ്ങൾക്കിടയിൽ ജീവൻ നഷ്ടമായത്. 70-ലധികം പേർക്ക് പരിക്കേറ്റിരുന്നു. അന്ന് BJP ഓഫീസുകൾ അടക്കം അടിച്ചു തകർക്കുകയും തീയിടുകയും എല്ലാം ഈ പ്രക്ഷോഭം നടത്തിയവർ ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ അടക്കം ഒരുക്കിയതിനു ശേഷമാണ് ഇപ്പോൾ സോനം വാങ്ചുകിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. രഹസ്യ കേന്ദ്രത്തിലേക്ക് അന്ന് മാറ്റിയെന്നുള്ള വിവരങ്ങളാണ് ഈ നിമിഷം പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഒപ്പം തന്നെ അദ്ദേഹത്തിനെതിരെ ഏത് കേസിലാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് അത് സംബന്ധിച്ചുള്ള വിവരങ്ങളൊക്കെ ഉണ്ടോ? കാരണം കഴിഞ്ഞ ദിവസം CBI അടക്കം അദ്ദേഹത്തിന്റെ കമ്പനികൾ പ്രവർത്തിക്കുന്നത് നിയമലംഘനങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണെന്ന തരത്തിൽ CBI കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. മറ്റൊന്ന്, അരവിന്ദ് സൂചിപ്പിച്ചതുപോലെ അദ്ദേഹം നടത്തിയ പരാമർശം കേന്ദ്ര സർക്കാരിനെ വലിയ രീതിയിൽ ചൊടിപ്പിച്ചിരുന്നു. BJP കേന്ദ്രങ്ങളെ വലിയ രീതിയിൽ ചൊടിപ്പിക്കുന്ന പരാമർശമായിരുന്നു നടത്തിയത്. അപ്പോൾ ഏത് കേസിന്റെ പേരിലാണ് അദ്ദേഹത്തെ ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്? അത്തരത്തിലുള്ള വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ? പ്രാഥമിക വിവരങ്ങൾ പ്രകാരം ലഡാക്ക് സംഘർഷവുമായി ബന്ധപ്പെട്ടാണ് സോനം വാങ്ചുകിനെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തെന്നതാണ് നമുക്ക് മനസ്സിലാകുന്നത്. മറ്റത് ഈ FCRAയുമായി ബന്ധപ്പെട്ട കേസാണ്. അത് CBIയും അതുപോലെ തന്നെ ED അടക്കമാണ് അന്വേഷിച്ചു വരുന്നത്. പ്രധാനമായും നമുക്കറിയാം, കഴിഞ്ഞ 15 ദിവസങ്ങളിലേറെയായി സോനം വാങ്ചുക് ലഡാക്കിൽ നിരാഹാര സമരം നടത്തുകയായിരുന്നു. അദ്ദേഹത്തിനൊപ്പമുള്ള 2 പേരെ ഇത്തരത്തിൽ ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം നിരാഹാര സമരം നടത്തിയത് 2 പേരെ ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം ആശുപത്രിയിലേക്ക് മാറ്റുകയും പിന്നീടാണ് വലിയ രീതിയിലുള്ള പ്രതിഷേധം യുവാക്കളുടെ ഭാഗത്ത് നിന്ന് അടക്കം ഉയരുകയും അതുപോലെ തന്നെ അത് വലിയ സംഘർഷത്തിലേക്ക് എല്ലാം നയിച്ചത്. പക്ഷേ ഈ സംഘർഷങ്ങൾക്ക് പിന്നിൽ അത് സോനം വാങ്ചുകിന്റെ ഇടപെടൽ എന്ന് തന്നെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ചൂണ്ടിക്കാണിച്ചിരുന്നു. അപ്പോൾ അക്കാര്യങ്ങളെല്ലാം വെച്ച് പരിശോധിക്കുമ്പോൾ ഈ ലഡാക്ക് സംഘർഷവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ സോനം വാങ്ചുകിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. എന്തായിരിക്കും ഇനി പോലീസിന്റെ നടപടി എന്നതാണ് എല്ലാവരും ഉറ്റുനോക്കുക. കാരണം ഇവിടേക്കാണ് സോനം വാങ്ചുകിനെ മാറ്റിയെന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തത വന്നിട്ടില്ല. അജ്ഞാത കേന്ദ്രത്തിലേക്ക് മാറ്റിയിരിക്കുന്നു എന്ന് മാത്രമാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. അതുകൊണ്ട് തന്നെ കൂടുതൽ പ്രതിഷേധങ്ങൾക്ക് ലഡാക്കിൽ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഇപ്പോൾ ഒരുക്കിയിരിക്കുന്നത്.
നിരോധന ഇപ്പോൾ നിലവിൽ തുടരുന്നുണ്ട്. 5-ലധികം പേർക്ക് കൂട്ടം കൂടുവാനോ അതുപോലെ തന്നെ മറ്റ് പ്രതിഷേധങ്ങൾ നടത്തുവാനോ സാധിക്കില്ല. വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇനിയും ഒരു പ്രതിഷേധം ലഡാക്കിൽ അനുവദിക്കില്ല എന്നതാണ് ഭരണകൂടം വ്യക്തമാക്കുന്നത്. അതുപോലെ തന്നെ വലിയ രീതിയിലുള്ള ഗൂഢാലോചനയും ഈ കേസുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ ആഭ്യന്തര മന്ത്രാലയവും അതുപോലെ തന്നെ ലഡാക്ക് ലഫ്റ്റനന്റ് ഗവർണറും ആരോപിച്ചിരുന്നു. കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികൾ ഇതിന് പിന്നിലുണ്ടെന്നുള്ള ആരോപണം ഉയർത്തുകയും കോൺഗ്രസിന്റെ ഒരു കൗൺസിലറിനെ അടക്കം അറസ്റ്റ് ചെയ്തിരുന്നു. രാഹുൽ ഗാന്ധി അടക്കം വിമർശിച്ചുകൊണ്ട് BJP ഈ കേസുമായി ബന്ധപ്പെട്ട് രംഗത്ത് വന്നിരുന്നു. ജെൻസി പ്രതിഷേധമെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നു എന്നതാണ് BJP നേതാക്കൾ അടക്കം ആരോപിച്ചത്. എന്തായാലും നേരത്തെ തന്നെ ഇന്ന് രാവിലെ സോനം വാങ്ചുക്കിന്റെ ഒരു പ്രതികരണം വന്നിരുന്നു. തനിക്കെതിരെ പ്രതികാര നടപടികളുമായി കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോകുന്നു എന്നതാണ് സോനം ചൂണ്ടിക്കാണിച്ചത്. എന്തായാലും ആ പറഞ്ഞു വെച്ച് മണിക്കൂറുകൾക്ക് പിന്നാലെ തന്നെ ഇപ്പോൾ സോനം വാങ്ചുക്കിനെ ലഡാക്ക് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ലഡാക്ക് പ്രക്ഷോഭങ്ങളുമായി ബന്ധപ്പെട്ട് അത് ആളിക്കത്തിക്കുവാൻ കാരണക്കാരൻ സോനം വാങ്ചുക്ക് എന്ന് തന്നെ ആഭ്യന്തര മന്ത്രാലയം ചൂണ്ടിക്കാണിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ലഡാക്ക് പോലീസ് സോനം വാങ്ചുക്കിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ലഡാക്ക് പോലീസാണ് സോനം വാങ്ചുവിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അജ്ഞാത കേന്ദ്രത്തിലേക്ക് സോനം വാങ്ചുവിനെ മാറ്റിയെന്നുള്ള നിർണായക വിവരം PR അരവിന്ദ് അവിടെ നിന്നും നൽകുന്നുണ്ട്. ഇന്ന് രാവിലെയും കൂടി PR അരവിന്ദ് സൂചിപ്പിച്ചതുപോലെ അദ്ദേഹം നടത്തിയ പരാമർശമൊക്കെ ഏറെ ശ്രദ്ധയിൽപ്പെട്ടിരിക്കുന്നു. അദ്ദേഹത്തിന് നേരെ പ്രതികാര നടപടികളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് എന്ന് പറഞ്ഞു. മണിക്കൂറുകൾ പിന്നിട്ടപ്പോഴും അദ്ദേഹത്തെ ലഡാക്ക് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ ലഭിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ലഡാക്കിൽ വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾ ഉണ്ടായിരുന്നു. ഈ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് അതിൽ സോനം വാങ്ചുവിന്റെ പരാമർശമാണ് ഈ പ്രക്ഷോഭങ്ങൾക്കൊക്കെ കാരണമെന്നാണ് കേന്ദ്ര സർക്കാരും ഒപ്പം BJP കേന്ദ്രങ്ങളും വിമർശനം ഉന്നയിച്ചിരുന്നത്. ഇതിന് പിന്നാലെയാണ് അദ്ദേഹത്തിന്റെ അറസ്റ്റ്.